ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 1974 ജൂൺ 5. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസ്ലി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇരവിക്കുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? മലബാറിലെ സസ്യങ്ങൾ. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ? അയ്യപ്പ പണിക്കർ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേര് എന്താണ്? ഡെയ്സി നാഷണൽ പാർക്ക്. റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. അമേരിക്കയിൽ ന്യൂക്ലിയർ പരീക്ഷണത്തിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിലെ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഏത് വർഷം? 1971 ഗ്രീൻ പീസ്. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. അന്താരാഷ്ട്ര ജന്തുദിനം എന്നാണ്? ഒക്ടോബർ 3. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. അപ്പിക്കോ എന്ന വാക്കിന്റെ അർത്ഥം? ആലിംഗനം ചെയ്യുക. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഡോക്ടർ സാലിം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂർ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏതാണ്? ആമ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം 1966. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ദുചൂഡൻ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മല. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? LED വിളക്കുകൾ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഇടുക്കി. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? വന്ദന ശിവ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏതാണ്? മൈന. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? തണ്ണീർത്തടങ്ങൾ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അലക്സാണ്ടർ വോൾ ഹംബോൾട്ട്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൻ. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല നിറം. ഓസോൺ പാളി സൂര്യനിൽ നിന്ന് പതിക്കുന്ന ഏത് കിരണങ്ങളെയാണ് പ്രധാനമായും തടയുന്നത്? അൾട്രാവയലറ്റ്. 2020 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ബയോഡൈവേഴ്സിറ്റി എ കൺസേൺ ദാറ്റ് ഈസ് ബോത്ത് അർജന്റ് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്ന വർഷം? 1972 ജൂൺ 5 മുതൽ 16 വരെ. നെയ്റോബി പ്രഖ്യാപനം നടന്ന വർഷം? 1982. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? യൂജിൻ പി ഓഡ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് എന്താണ്? യൂട്രോഫിക്കേഷൻ. ആഗോള താപനത്തിന് കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫോറിയർ. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം? 1992. രംഗത്തിട്ടു പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. കർണാടകത്തിലെ സാത്താനി ഗ്രാമത്തിലെ മരം മുറിക്കലിനെതിരെ യുവതി-യുവാക്കൾ 1983 രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടക്കമിട്ടത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് വന്യജീവി സങ്കേതം. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ്? രാജസ്ഥാനിലെ പിപ്പിലാന്ത്രി. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം രൂപം കൊണ്ട വർഷം? 1985. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണ്? WWF. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടി. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ്? ജസ്റ്റിസ് PN ഭഗവതി. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട. 1983 കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? പാണ്ഡുരംഗ് ഹെഡ്ഗെ. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? ജാതിക്ക. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? കാനഡ. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര്? പെഡോളജി.
യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. WWF രൂപം കൊണ്ട വർഷം 1961 ഏപ്രിൽ.